ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 55:22 വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അതെ, ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ കർത്താവിനെ ഏൽപ്പിച്ച് അങ്ങേപ്പക്കൽ ഓടിയെത്തി അവിടുത്തെ സ്നേഹം അനുഭവിച്ചും പങ്കുവെച്ചും ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന ഞങ്ങളുടെ സ്മിത ചേച്ചി ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ നിരാശയിൽ പോയേക്കാവുന്ന അവസ്ഥയിൽ ഈശോയോടൊപ്പം ജീവിച്ചപ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ ചേച്ചി നമ്മോട് സംസാരിക്കും. ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നു: ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് പ്രണയത്തിലാവേണ്ടിയിരിക്കുന്നു. സംഗീതത്തോട്, പുസ്തകത്തോട്, പഠനത്തോട്, അങ്ങനെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനെ ആഴത്തിൽ സ്നേഹിക്കാതെ, പ്രണയിക്കാതെ നീണ്ടു നിൽക്കുന്ന സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ആ സ്നേഹം, ആ പ്രണയം, അത് ദൈവത്തോടായിരിക്കുന്ന വ്യക്തികളുടെ സന്തോഷത്തിൻ്റെ ആഴം അത് എത്ര വലുതായിരിക്കും? നമുക്ക് ചേച്ചിയിൽ നിന്ന് തന്നെ കേൾക്കാം. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകും? ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 116:12. ഞാൻ സ്മിത ജയ്, ഖത്തറിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഖത്തറിൽ വന്നിട്ട് 20 വർഷമായി. ഞാൻ നേഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് 5 വർഷമായി. 12 വർഷത്തോളമായി ഞാനൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. മെഡിക്കൽ സയൻസിൽ ഇന്നുവരെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതൊരു റെയർ ഡിസീസാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഹൈ ബ്ലഡ് പ്രഷറോട് കൂടിയാണ്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ കിഡ്നിയിലും ലിവറിലും സിസ്റ്റ് ഉണ്ടാവും. ആ സിസ്റ്റിൻ്റെ സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സർജറി ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, കാരണം അത് വീണ്ടും തിരിച്ചു വരും. ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ അസുഖം വെച്ച് ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാനസികമായും ശാരീരികമായും അതെന്നെ വളരെ തളർത്തിയിരുന്നു. എന്നാൽ ദൈവസ്നേഹം അറിഞ്ഞപ്പോൾ മുതൽ ഈ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു വലിയ കൃപ ഈശോ എനിക്ക് തന്നു. എൻ്റെ രോഗമല്ല എൻ്റെ കർത്താവ്, എൻ്റെ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന ഉത്തമ ബോധ്യം ഈശോ എനിക്ക് തന്നു. ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ ഈശോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈസിയാക്കി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കർത്താവിൻ്റെ ഈ വലിയ വാഗ്ദാനമാണ് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ നയിക്കുന്ന എൻ്റെ വലിയ ശക്തി. വിശുദ്ധ മദർ തെരേസ പറയും പോലെ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ചെറിയ പെൻസിലാണ് ഞാൻ. അവിടുന്ന് തന്നെ ചിന്തിക്കുന്നു, എഴുതുന്നു, എല്ലാം ചെയ്യുന്നു. ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ ജീവിതം. അതിരാവിലെ ഉണർന്ന് ഞാൻ ആദ്യം പോകുന്നത് പള്ളിയിലേക്കാണ്, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ. അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജവുമായി ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും. ഈശോയുടെ വലിയ കരുണയാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ജോലിയിൽ പ്രാർത്ഥനയോടെ, ആത്മാർത്ഥതയോടെ ഞാൻ ആയിരിക്കാൻ ശ്രമിക്കും. വീട്ടിൽ വന്നിട്ട് വീട്ടിലെ പണികളെല്ലാം തീർത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയമെല്ലാം ഈശോയോട് സംസാരിക്കാനും ഈശോയോടുകൂടി ആയിരിക്കാനുമാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രമിക്കുന്നത്. വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ
ഈശോയുമായി ഞാൻ കുറേ നേരം സംസാരിക്കും. എൻ്റെ സങ്കടങ്ങളും പരാതികളും ഭയവും ഒക്കെ ഈശോയോട് ഞാൻ പറയും. കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. കാരണം കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും വലിയ കൃപയും അഭിഷേകവും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് സമ്മാനമായി തന്ന എൻ്റെ കുടുംബത്തെ ഓർത്ത് ഈശോയ്ക്ക് എന്നും നന്ദി പറയാറുണ്ട്. എൻ്റെ ശക്തിയും ധൈര്യവും എനിക്കുള്ള വലിയ സപ്പോർട്ടും എൻ്റെ കുടുംബം തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും പ്രതിസന്ധിയിലും സ്നേഹവും പരിഗണനയും ഒക്കെ നൽകി എന്നെ ചേർത്ത് നിർത്തുന്നത് എൻ്റെ ഇച്ഛായനും മക്കളുമാണ്. ഞാൻ അജയ് ആൻഡോ. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട കാട്ടൂരാണ് എൻ്റെ സ്വദേശം. ഏകദേശം 21 വർഷമായി ഖത്തറിലാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. സ്മിത പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. മൂത്തവർ ട്വിൻസാണ്. ഇനി നമുക്ക് അവരെ കേൾക്കാം. ഞാൻ അലിസ്റ്റർ അജയ്. ഇവിടെ ഞാൻ 12th പഠിക്കുന്നു. ഞാൻ അബീദ് അജയ്. ഞാനും 12th പഠിക്കുന്നത്. ഞാൻ അജിൽബർട്ട് അജയ്. ഞാൻ 9th പഠിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഒരിക്കൽ ഞാനും ഇച്ചായനും ഒരുമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരത്ഭുതം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാം. എൻ്റെ കാൽമുട്ട് 4-5 പ്രാവശ്യം ഡിസ്ലൊക്കേറ്റായി പോയിട്ടുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിൽ 4 പ്രാവശ്യവും ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോഴാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സഹായം ലഭ്യമായിരുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ പെയിനാണ്. നമ്മളെ ആർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പൊസിഷനൊന്ന് മാറ്റിവയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചത് വീട്ടിൽ വെച്ചായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇച്ചായൻ വീട്ടിലുണ്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത എന്നെ എങ്ങനെ സഹായിക്കും? ആകെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. നല്ല വേദന. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അഭിഷേകാഗ്നിയിലെ യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകത്തെക്കുറിച്ച്. ഞാൻ ഇച്ചായനോട് പറഞ്ഞു. അങ്ങനെ ആ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കാൽമുട്ടിൽ വെച്ചു. അങ്ങനെ ഞാനും ഇച്ചായനും കൂടി ഒരുമിച്ചിരുന്ന് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കാൽമുട്ട് പൂർണ്ണമായും സുഖപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ വിശ്വസിച്ചുള്ള പ്രാർത്ഥനയിൽ ഈശോ എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തി. ഇതുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും ഇപ്പോഴത്തെ സ്മിതയാണ്. ഇതിന് കുറച്ച് നാൾ മുൻപ് വിവാഹം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച് മക്കളൊക്കെയായി തിരക്കായി ഒരു കാലഘട്ടത്തിൽ ഈശോയിൽ നിന്ന് വ്യതിചലിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഈശോയിൽ നിന്ന് അല്പം അകന്നു പോയി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ജോലിയും വീടും മാത്രമായി നടന്ന കാലത്ത് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ മടി കാണിച്ചിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ സാധാരണ അമ്മമാർ മുൻകൈ എടുക്കുന്നിടത്ത് വീട്ടിൽ ചേട്ടനാണ് മുൻകൈ എടുത്ത് നടത്തിയിരുന്നത്. പ്രാർത്ഥിക്കുവാനായി ഞാൻ വന്നിരുന്നാലും പലപ്പോഴും ക്ഷീണവും ഉറക്കവും എന്നെ തളർത്തിയിരുന്നു. ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ പലപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ആത്മീയതയിൽ വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ വല്യമ്മച്ചിയായിരുന്നു അതിന് കാരണം, എൻ്റെ ഡാഡിയുടെ അമ്മ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി. ഒത്തിരി പ്രാർത്ഥിക്കുന്ന, കൊന്ത ചൊല്ലുന്ന, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു അമ്മച്ചി. ഇപ്പോഴും സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അമ്മച്ചിയാണ് എന്നെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും പള്ളിയിൽ നിർബന്ധപൂർവ്വം കൊണ്ടുപോയിരുന്നതുമെല്ലാം. അമ്മച്ചി പറഞ്ഞു തന്ന ഈശോയോടുള്ള സ്നേഹം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അതിശക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാവാം ഈശോയിൽ നിന്ന് അകന്നു പോയപ്പോൾ മനസ്സിലെവിടെയോ ഇരുന്ന് വളരെ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടായത്. ആ സമയത്തും എൻ്റെ കൂട്ടുകാരി അമ്മച്ചി തന്നെയായിരുന്നു. അകലെയാണെങ്കിലും എന്നും ഫോണിൽ വിളിച്ച് അമ്മച്ചിയോട് സംസാരിക്കും. ജോലി സ്ഥലത്തെ എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പരാതികളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറയും: ഭൂമിയിൽ ദൈവം നട്ടുവെച്ച മരങ്ങളാണ് നമ്മൾ. അതെപ്പം വേണേലും മറിഞ്ഞു വീഴും. എപ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഈശോയ്ക്ക് നന്ദി പറയുക. അമ്മച്ചിയുമായുള്ള മണിക്കൂറുകൾ നീണ്ട സംസാരം ആത്മീയതയിലുള്ള എൻ്റെ തകർച്ച എനിക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു. 12 വർഷം മുമ്പ് എൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ടപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി വന്നു. എൻ്റെ ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകളും കൂടി വന്നു. അപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ഡിസ്റ്റർബ് ആകാൻ തുടങ്ങി. അങ്ങനെ പതിവ് പോലെ അമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ കാണുന്നു സ്മിതമോളെ, നീ പ്രാർത്ഥിക്കുന്നില്ല. നിൻ്റെ അടുത്ത് മാതാവുണ്ട്. നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അത് നീ തിരിച്ചറിയാതെ പോകുന്നത് എന്ന്. ജോലിയിലെ ബുദ്ധിമുട്ടുകളും രോഗത്തിൻ്റെ അസ്വസ്ഥതകളും ഈശോയിലേക്ക് എന്നെ വീണ്ടും അടുപ്പിച്ചു. നീ പ്രാർത്ഥിക്കുന്നില്ല എന്ന അമ്മച്ചിയുടെ വാക്കുകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാലും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ നാളുകളിലാണ് ഞാൻ അഭിഷേകാഗ്നി കാണുന്നത്. അതെനിക്ക് വലിയൊരു മാറ്റത്തിനും എൻ്റെ വിശ്വാസ ജീവിതം ബലപ്പെടുന്നതിനും കാരണമായി. അങ്ങനെ ഇരിക്കെ നേഴ്സസ് മിനിസ്ട്രിയുടെ സാറ്റർഡേ ഫെലോഷിപ്പിൽ പങ്കെടുക്കണമെന്ന ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. പലപ്പോഴും എന്നെ ചേച്ചിമാർ വിളിക്കാറുണ്ട്, എങ്കിലും ഞാൻ പല കാരണങ്ങളാൽ പോകാറില്ലായിരുന്നു. അഭിഷേകാഗ്നി കണ്ട നാൾ മുതൽ ഒരു ശക്തമായ എന്നിലുണ്ടായ പ്രേരണയാൽ ഒരു ദിവസം സാറ്റർഡേ ഫെലോഷിപ്പിന് പോയി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. അന്ന് എന്നെ സ്വാധീനിച്ച ഒരു വചനം ഇന്നും ഞാൻ ഓർക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യം. പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. അന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പിൽ അനുതാപത്താൽ ഞാൻ കരഞ്ഞു. ഒരു വലിയ ആത്മീയ ആനന്ദം എന്നിൽ നിറഞ്ഞതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അവിടെയുള്ള സഹോദരങ്ങളുമായി ഞാൻ പങ്കുവച്ചു. ഒത്തിരി പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും നല്ല സുഖം തോന്നി. വളരെ ശക്തിയും അനുഗ്രഹവും ദൈവം പ്രദാനം ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് നേഴ്സസ് മിനിസ്ട്രി എന്ന് അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ കൂട്ടായ്മയിലായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അഭിഷേകത്താൽ നിറയുവാനും ഈശോ എന്നെ അനുവദിക്കുന്നു. കൂട്ടായ്മയിലായിരിക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ്. പലപ്പോഴും ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് ഈശോയെ ആരാധിക്കാറും പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ വെച്ച് ഈശോ എനിക്ക് പാട്ടുപാടാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. മുമ്പ് ഞാൻ പാടുമായിരുന്നു, എങ്കിലും ഇപ്പോൾ 10 വർഷത്തോളമായി പാട്ട് പാടാനായിട്ട് ചില തടസ്സങ്ങളും മടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈശോ എന്നെ തൊട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ ആ പാട്ട് പാടാനുള്ള തടസ്സങ്ങൾ മാറി. ഇപ്പോൾ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഭയങ്കര സന്തോഷമാണ്. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്ഥനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. നേഴ്സസ് മിനിസ്ട്രി ശരിക്കും ഒരു പവർ ഹൗസ് തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ വചനങ്ങൾ പഠിച്ചത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചത്. കൃപാസനം അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും എന്നിൽ വളർന്നത് ആ കാലഘട്ടത്തിലാണ്. പല വിഷമഘട്ടങ്ങളിലും കൃപാസനം അമ്മയുടെ സ്നേഹം പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വർഗം മുഴുവൻ ഈശോയെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന നമ്മളും ഈശോയെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ആരാധിക്കുകയും വേണമെന്ന തിരിച്ചറിവ് കൂട്ടായ്മ എനിക്ക് തന്നു. നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് കൂടുതൽ അടുത്തു. അമ്മയോടുള്ള സ്നേഹം അറിയാതെ എന്നിൽ ദിവ്യകാരുണ്യ ഭക്തി വളർത്തി. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാനുമുള്ള വലിയ കൃപ ഈശോ എനിക്ക് നൽകി. ഒരിക്കൽ എൻ്റെ രോഗാവസ്ഥ വളരെ ക്ലേശകരമായി. ഉടനെ തന്നെ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു.
എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം. പെട്ടെന്ന് എനിക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് തോന്നി. ഞാൻ പള്ളിയിലേക്ക് പോയി. ദിവ്യകാരുണ്യനാഥന് മുന്നിൽ എല്ലാം പങ്കുവച്ചു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴേക്കും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, എൻ്റെ ഭയം മാറി, ദുഃഖം മാറി, എന്നിൽ ആത്മധൈര്യം നിറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ ദിവ്യകാരുണ്യം എൻ്റെ വേദനകൾക്കും രോഗങ്ങൾക്കും ആശ്വാസമായി തീർന്നു. പണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ മടി കാണിച്ചിരുന്ന ഞാൻ ഇന്ന് വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും ഈശോയുടെ വലിയ കാരുണ്യവുമാണ്. യാക്കോബ് 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത്. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് പറയാതെ വയ്യ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്കുള്ള അസുഖം ഇന്ന് വരെ മെഡിക്കൽ സയൻസിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാത്ത രോഗമാണെന്ന്. ഒരിക്കൽ എൻ്റെ നെഫ്രോളജിസ്റ്റ് എന്നോട് പറഞ്ഞു, ഇക്കഴിഞ്ഞ 5 വർഷങ്ങളിലായി നീ കിടപ്പിലാവേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് റിയലി സർപ്രൈസിങ് സംബഡി ഈസ് അറ്റ് യുവർ ബാക്ക്. ഇത് ഡോക്ടർ പറയുമ്പോൾ എൻ്റെ ഹൃദയം ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുകയായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു പരിശുദ്ധ അമ്മയാണ് എന്നെ താങ്ങുന്നത് എന്ന്, എൻ്റെ ഈശോയാണ് എൻ്റെ ഒപ്പം നടക്കുന്നത് എന്ന്. ഞാൻ പലപ്പോഴും ഈശോയോട് ചോദിക്കാറുണ്ട്, ഈശോയെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം തന്നത്? ഒരു ട്രീറ്റ്മെൻറ്റുള്ള ഒരു അസുഖം എനിക്ക് തന്നൂടെ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് പറയും, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന്. അപ്പോൾ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കും, അത് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണമേ ഈശോയെ എന്ന്. മനസ്സിലും എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഇങ്ങനെയാണ്. ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ, നിൻ്റെ രോഗം നിൻ്റെ അവസരമാണ്, നിൻ്റെ അവസരം നിൻ്റെ അനുഗ്രഹവും. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ കൊടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ചേച്ചി അനുഭവിച്ച ദൈവസ്നേഹത്തിലൂടെ നിങ്ങളും സന്തോഷപൂർവ്വം യാത്ര ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ അവസരങ്ങൾ കടന്നു വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചേച്ചിയുടെ അനുഭവം നമുക്ക് പ്രചോദനമേകട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്ക് വളരാം. ബിനോജൻ പറഞ്ഞത് ഓർക്കുന്നു, ഒന്നും അവസാനമല്ല, എല്ലാം അവസരമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ജീവിതത്തിലെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് നമുക്ക് കർത്താവിന് കൊടുക്കാം. അവിടുത്തെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും
ഒരു വിശുദ്ധനും വിശുദ്ധിയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.